ഫ്രണ്ട്സ്, ഉത്സവപ്പറമ്പിലും ഫെസ്റ്റിനും ഒക്കെ പോകുമ്പോഴാണ് കേട്ടോ അത് ഈ ഒരു സംഭവം ഉണ്ടാക്കുന്നത് ഞാൻ കണ്ടിട്ടുള്ളത്. വീട്ടിലും ഉണ്ടാക്കാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ലായിരുന്നു. ഇപ്പോൾ എൻ്റെ മോളാണ് പറഞ്ഞത് ഇങ്ങനെ ഒരു പാക്കറ്റ് ഉണ്ട്, 10 രൂപയേ ഉള്ളൂ, വാങ്ങിച്ച് നമുക്ക് ഉണ്ടാക്കി നോക്കാം. അങ്ങനെ ഞങ്ങൾ ഉണ്ടാക്കിയപ്പോഴത്തേക്കും അതിൻ്റെ അകത്ത് എഴുതിയേക്കുന്നത് കുക്കറിൽ വെക്കാനാണ്. പക്ഷേ കുക്കറിൽ വെക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ നല്ല ചുവട് കട്ടിയുള്ളൊരു പാത്രം എടുത്തിട്ട് അത് നല്ലപോലെ ചൂടാവണം. ചൂടായിട്ട് ഈ ഒരു പാക്കറ്റ് പൊട്ടിച്ചൊഴിക്കാൻ ഒരൊറ്റ ജോലിയേ ഉള്ളൂ. അതിൻ്റെ അകത്ത് തന്നെ ഓൾറെഡി അതിൻ്റെ അകത്ത് വേണ്ട ഓയിലും കാര്യങ്ങളൊക്കെ അവർ ആഡ് ചെയ്തിട്ടുണ്ട്, ഉപ്പും എല്ലാം ഉണ്ട്. അപ്പോൾ നമ്മൾ വേറെ ഒന്നും ചെയ്യേണ്ട, ഒന്ന് പൊട്ടിച്ചൊഴിച്ചാൽ മാത്രം മതി. കണ്ടോ, അപ്പോൾ അതിൽ നിന്ന് തന്നെ ഒരെണ്ണം പെട്ടെന്ന് പൊട്ടി വന്നത് കണ്ടോ. ഇനി നമ്മൾ ഒരിച്ചിരി കട്ടിയുള്ളൊരു അടപ്പെടുത്ത് അടച്ചു കൊടുക്കുക. പ്രത്യേകിച്ച് കണ്ണാടി പാത്രം ആകുമ്പോഴത്തേക്ക് നമുക്ക് കാണുകയും ചെയ്ത് ഇന്ന് ഉണ്ടായി വരുന്നത് കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും കേട്ടോ, ഇത് ഉണ്ടായി വരുന്നത് കാണാനായിട്ട്. ഇതേ കണ്ടോ, നല്ല കുട്ടികൾക്ക് മാത്രമല്ല നമുക്കും അതൊരു എൻജോയ് ചെയ്യാൻ പറ്റും. നല്ല രസമുണ്ട് ഇങ്ങനെ പൊട്ടി പൊട്ടി വരുന്നത് കാണാനായിട്ട്. അപ്പം ഞാൻ പണ്ട് വിചാരിക്കുന്നതെന്ന് വെച്ചാൽ ഈ ഫെസ്റ്റിനൊക്കെ പോകുമ്പോൾ അവരുടെ എന്തോ മെഷീൻ വെച്ചിട്ട് അവരുടെ എന്തൊക്കെയോ പ്രത്യേക സാധനങ്ങളൊക്കെ വെച്ചിട്ടാണ് ഈ പോപ്കോൺ ഇങ്ങനെ ഉണ്ടാക്കുന്നതെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. പക്ഷേ ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അങ്ങനെ വലിയ സംഭവമൊന്നും ഇല്ല. 3 മിനിറ്റ് കൊണ്ട് വെറും 10 രൂപയ്ക്ക് ഇത് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളത് ഇപ്പോഴാണ് കേട്ടോ മനസ്സിലായത്. നമ്മൾ അടപ്പ് മസ്റ്റാണ് കേട്ടോ. അടപ്പ് വെച്ച് അടച്ചു കൊടുത്തില്ലെങ്കിൽ നമ്മുടെ അടുക്കള മുഴുവനും ഇങ്ങനെ പോപ്കോൺ ചെതറി കിടക്കും. നമ്മൾ ഈ സിനിമയൊക്കെ കാണാൻ പോകുമ്പോഴത്തേക്ക് 70 രൂപ 150 രൂപയ്ക്കൊക്കെ പാക്കറ്റ് വാങ്ങിക്കാൻ കിട്ടും. ആകെ ഒരു ഒറ്റ പിടിയായിരിക്കും. പക്ഷേ ഇത് നോക്കിയാൽ 10 രൂപയ്ക്ക് ഈ ഒരു പാത്രം നിറച്ച് പോപ്കോൺ ആണ് കേട്ടോ. എന്ത് ലാഭമല്ലേ. അപ്പോഴത്തേക്കും ഞാൻ ഈ പാത്രം പതുക്കെ ഒന്ന് തുറന്ന് നോക്കിയതാണ്. അപ്പോഴത്തേക്കും ഒരു ഒറ്റ പൊട്ടിത്തെറി ഞാൻ അപ്പോഴങ്ങ് അടച്ചു വെച്ചു. പിന്നെ ആ തീയൊക്കെ ഓഫ് ചെയ്തിട്ട് ഞാൻ പതുക്കെ എടുത്തൊന്ന് ടേസ്റ്റ് ചെയ്ത് ഉണ്ടാക്കാൻ തുടങ്ങുമ്പോൾ തന്നെ മോളും ഞാനും ഒക്കെ അതിൽ നിന്ന് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് വായിൽ വെച്ചുകൊണ്ടേ ഇരിക്കും. ഭയങ്കര ടേസ്റ്റാണ്, നല്ലൊരു മണവുമാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും പിള്ളേരെയൊക്കെ ആയിട്ട് ഇത് ഉണ്ടാക്കണം കേട്ടോ. രസമാണ്, പിള്ളേർക്ക് ഭയങ്കര സന്തോഷമായിരിക്കും ഇങ്ങനെ ഉണ്ടായി വരുന്നത് കാണാനായിട്ട്.